2006 തൻ്റെ ഇടത്തെ ലങ്സിൽ ഒരു ട്യൂമർ വന്ന് ഈ സിസ്റ്റർ അവശനിലയിലാവുകയായിരുന്നു. തുടർന്ന് ആ ലങ്സ് പൂർണ്ണമായും ഡാമേജ് ആകുകയും ശ്വാസകോശം അങ്ങനെ പൂർണ്ണമായി ഡാമേജ് ആയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു എന്നാ ഇതുണ്ടായ 2006 സിസ്റ്ററുടെ വീട് എവിടെയാ? നാലാഞ്ചിറ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തന്നെയാ. എന്താ പേര്? ലിസി രാജു എന്ന് പറയുന്ന സിസ്റ്ററിന് ട്യൂമർ വന്നിട്ട് ലങ്സിന്റെ ഇടത്തെ ഭാഗം പൂർണ്ണമായി റിമൂവ് ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് മാറ്റി, മുഴുവനും റിമൂവ് ചെയ്തു. ലങ്സ് തന്നെ എടുത്ത് മാറ്റിയോ? ഇടത് ഭാഗം മുഴുവനും റിമൂവ് ചെയ്തു. ഓക്കെ. 2 കിലോ ഭാരം പോലും എടുക്കരുതെന്നും പൊടിയടിക്കുകയോ സ്റ്റെപ്പ് കയറുകയോ നടക്കുകയോ ചെയ്യുന്ന ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചു. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ലിസി സിസ്റ്റർ സ്വർഗീയ വിരുന്നിന്റെ തിരുവനന്തപുരം ചർച്ചിൽ കടന്നു വരുന്നത്. തന്റെ രോഗവിവരം ആരോടും പറയാതെ മീറ്റിംഗിൽ ഇരിക്കുക. പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. മീറ്റിംഗിൽ ഇരിക്കുക സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കുന്ന കർത്താവാണല്ലോ നീ. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത എൻ്റെ ലങ്സ് നീ സൃഷ്ടിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഈ പറഞ്ഞ പോലെ സിസ്റ്റർ അവിടെ ഇരുന്ന് പറഞ്ഞോ? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന അതേ സമയത്ത് ശുശ്രൂഷിക്കുന്ന ദേവദാസൻ പറയുകയാണ്, ഒരു കൂമ്പ് പോലെ എൻ്റെ ആരുടെ ഒരു ആന്തരിക അവയവം ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് അവിടെ നിന്ന് ദേവദാസൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അഭിലാഷ് ബ്രദറായിരുന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് ആരും പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ലങ്സ് റിമൂവ് ചെയ്തതാണ്. ഒരു ബ്രദറിനെ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് കർത്താവ് ഒരു അവയവം എടുത്ത് ഇങ്ങനെ വെക്കുന്നതായിട്ട് കാണിച്ചെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ കറണ്ട് അടിച്ചെങ്കിലും എനിക്ക് സംശയമായിരുന്നു സൃഷ്ടിക്കുമോന്നൊക്കെ. അങ്ങനെ എക്സ്റേ എടുത്തെങ്കിലും ഞാൻ ഡോക്ടറിനെ കാണിച്ചില്ല. എൻ്റെ മോൾ MBBS പഠിക്കുന്നു. അങ്ങനെ വീട്ടിൽ തന്നെ ഡോക്ടറുണ്ട്. അതിലേറ്റവും വലിയ അത്ഭുതം, സിസ്റ്റർ അന്ന് ഈ അത്ഭുതം നടന്നിട്ട് പിന്നീട് 4-5 വർഷമായിട്ട് ഒരു പ്രോബ്ലവും ഇല്ല, കർത്താവ് സൗഖ്യമാക്കി. പക്ഷേ സൃഷ്ടിപ്പിൻ്റെ ഒരു അത്ഭുതം നടന്നുള്ളൊരു ഉറപ്പ് അതിനകത്തില്ലായിരുന്നു. അങ്ങനെ 4-5 വർഷത്തിന് ശേഷം ഈ സിസ്റ്ററിന് ഒരു ചെറിയ ശ്വാസം മുട്ടൽ, ഒരു പനി ഉണ്ടായി. അങ്ങനെ മോള് ഡോക്ടർ MBBS പഠിക്കുകയാണ്, ചൈനയിലാണ്. മോള് വന്ന് ടെലസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് മോൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശ്വാസം എടുക്കുന്ന ശബ്ദം അത് സെൻസ് ചെയ്യാൻ തുടങ്ങി. ഉടനെ സിസ്റ്ററിന് സംശയം തോന്നി, വേഗത്തിൽ കൊണ്ടിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറയുകയാണ്, അവിടെ ഇല്ലാത്ത ലങ്സിന്റെ സ്ഥാനത്ത് പുതിയതായി ഒരു ലങ്സ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കിലോ വെയിറ്റ് എടുക്കരുത്, പൊടി അടിക്കരുത്, പിന്നെ തൂക്കരുത്, ഒന്നും ചെയ്യരുത്. ഞാൻ സർവൻറ്റിനെ വെച്ചോണ്ടാണ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ 10-15 കിലോ വെയിറ്റ് എടുത്ത് എൻ്റെ മോൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഈ സൈഡിൽ ഇങ്ങനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. ഈ സൈഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ ലങ്സ് അതുപോലെ അവിടെ ഉണ്ടെന്നാണോ? അതെ, ഡോക്ടർ എന്നെ പറഞ്ഞ് ലങ്സ് അവിടെ ഉണ്ടെന്ന്. ഇപ്പൊ ഒരു കുഴപ്പമില്ല? ഇല്ല, ഇപ്പം വേറൊരു കുഴപ്പമില്ല. ഞാൻ ഈ സൈഡിൽ ആ 15 കിലോ വെയിറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യും, ഒരു പ്രശ്നമില്ല. കരമൊന്ന് അടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചത്.